ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബ് നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ, രോഗങ്ങൾ ശിഫയാക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ഖബറിടം അല്ലാഹു സ്വർഗ്ഗതുല്യമാക്കുമാറാവട്ടെ. നമ്മുടെ ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. സാമൂഹിക മാധ്യമങ്ങളിൽ അടുത്ത ദിവസങ്ങളിലെ സജീവമായ ചർച്ചയും പങ്കുവെക്കലുകളും ഇസ്ലാമിക സനാതന മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന യുക്തിവാദികൾക്കുള്ള മറുപടികൾ ആയിരുന്നു എന്നത് നമുക്കെല്ലാവർക്കും അനുഭവമാണ്. പരിശുദ്ധമായ ദീനിനെ വികൃതമായി ചിത്രീകരിക്കുന്ന യുക്തിവാദികൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതൊരു സത്യമാണ്. ഒരു നിലക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ പേരുകൾ ഇസ്ലാമുമായി വലിയ ബന്ധം ഉണ്ട്. മുസ്ലിം നാമധാരികളാണ്. അതിനർത്ഥം അവർ ഈ മതത്തിൽ നിന്നും മതഭ്രഷ്ട് സംഭവിച്ച് പുറത്തു പോയവരും അവർ മതവൈരികളും നിരീശ്വരത്വ ചിന്താഗതികളുമാണ് അവരിലുള്ളതും എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അലംഘനീയമായ ഒരു തീരുമാനം കൊണ്ട് തന്നെയാണ് എന്നതാണ് അതിൻ്റെ ഉത്തരം. യുദില്ലു ബിഹി കസീറൻ വയഗ്ദി ബിഹി കസീറ എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അള്ളാഹു ഈ മതം കൊണ്ട് അല്ലെങ്കിൽ ഖുർആൻ കൊണ്ട് ധാരാളം ആളുകൾക്ക് വഴിപിഴയ്ക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുകയാണ്. അള്ളാഹു അതിൽ നമ്മെ പെടുത്താതിരിക്കട്ടെ. വയഗ്ദി ബിഹി കസീറ, ധാരാളം ആളുകൾക്ക് ഇസ്ലാമികമായ സന്ദേശം ഉൾക്കൊള്ളാനും ഹിദായത്തിലെത്താനും അവസരം അള്ളാഹു വെക്കുന്നു. ഈ ആയത്തിൽ ആദ്യം വഴി പിഴയ്ക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഹിദായത്ത് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാവുന്ന ഒരു പ്രകൃതമാണ് അവനിൽ ഈ ഭൂമിയിൽ അള്ളാഹു വെച്ചിരിക്കുന്നത് എന്ന് ചുരുക്കം. പരിശുദ്ധ ദീനിന്റെ വളർച്ച എമ്പാട് നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിന്റെ വളർച്ച എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇസ്ലാമിന്റെ ശത്രുവിന്റെ വളർച്ചയുമുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ മതബോധത്തോടു കൂടിയ ജീവിതത്തെ നിലനിർത്താൻ ഏറെ ശ്രമകരമായിരിക്കും അവസാന കാലത്ത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് ഒരു കാലം എൻ്റെ സമുദായത്തിന് വരാനുണ്ട്. അന്ന് പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ക്ഷമ കൈക്കൊള്ളണം. ഏതുപോലെയായിരിക്കും അന്ന് ക്ഷമിച്ച് ജീവിക്കുന്ന മുസ്ലിം എന്നറിയുമോ? ഒരു വലിയ തീക്കട്ട കയ്യിൽ ചുരുട്ടിപ്പിടിച്ചാൽ അതിൻ്റെ അസഹ്യമായ പുകച്ചിലും പൊള്ളലിലും അത് പിടിച്ചു നിൽക്കുന്നവൻ എത്ര കണ്ട് പ്രയാസപ്പെടുന്നുവോ അതിനോട് തുല്യമായ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു പ്രയാസമായിരിക്കും അവസാന കാലഘട്ടത്തിൽ ഈ മതം കയ്യിൽ മുറുകെ പിടിക്കുന്നവന്റെ അവസ്ഥയെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുനിശ്ചിതമായ ഇസ്ലാമിന്റെ വളർച്ചയുടെ കൂടെ സഞ്ചാരിയായി അതിന്റെ ശത്രുവും വന്നിട്ടുണ്ട് എന്നത് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവ് മുതൽക്ക് നമ്മൾ അവിടെ മുതലൊന്ന് ആലോചിച്ചാൽ തന്നെ മറുവശത്ത് അള്ളാഹു ഇബ്ലീസിനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയാൽ ഈ മതത്തിന്റെ തത്വങ്ങളെ വെല്ലുവിളിക്കുന്ന ധാരാളം യുക്തിവാദികളും മതനിഷേധികളും മറുവശത്ത് കാണപ്പെടുന്ന ചരിത്രം ഖുർആൻ എമ്പാടും പറയുന്നതും കാണാം. ഒരു ഉദാഹരണം പറയാം. സയ്യിദുനാ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം മഹാനവറുകളുടെ ജീവിതം നോക്കണം. ജനിച്ചത് ഇറാഖിന്റെ ബാബിലോണിലാണ്. ആ നാട്ടിലെ ജനങ്ങളുടെ അവസ്ഥ വിഗ്രഹാരാധകരായിരുന്നു മുഴുവൻ. തന്റെ കുടുംബത്തിലെ പ്രധാന കാരണവർ പോലും വിഗ്രഹം ഉണ്ടാക്കി അത് വിൽക്കുന്ന ഒരു വലിയ പ്രധാനിയായ വ്യക്തിയും. ആ അവസ്ഥയിലൂടെ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബാല്യവും കൗമാരവും എല്ലാം കടന്ന് യൗവനത്തിൽ നിൽക്കുമ്പോൾ ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തോടത്ത് ഒരു പ്രതികരണ ശേഷി വന്ന സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ആ നാട്ടുകാരുടെ പ്രധാന ആഘോഷത്തിന്റെ ദിവസം ഖുർആനാണിത്.
അവരുടെ ആരാധ്യ വസ്തുക്കളിലുള്ള അബദ്ധജടിലമായ അവരുടെ കണ്ടെത്തലുകൾ അത് ശരിയല്ലെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മഹാനവറുകൾ അവരുടെ വിഗ്രഹങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ടാക്കി വിഗ്രഹങ്ങളെ തച്ചുടച്ച് ഇത് ചെയ്തത് ആ വലിയ വിഗ്രഹമാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, ഒരു നിമിഷമെങ്കിലും അവരുടെ ആലോചന സ്തംഭിച്ചു പോയിട്ടുണ്ട്. ഈ യുവാവ് പറയുന്നത് ശരിയാണെന്ന് അവർ സ്തംഭിച്ച് ആലോചിച്ച് നിശബ്ദരായി പോയിട്ടുണ്ട്. ആ ആലോചനാ വിപ്ലവത്തിലേക്ക് പോലും ഏകദൈവ വിശ്വാസത്തിന് വിരുദ്ധമായി നിന്ന മനുഷ്യരെ കൊണ്ടുവരാൻ സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാം അന്ന് നടത്തിയ സംവാദം എന്ന് പറയാൻ പറ്റൂല, അതിലൊക്കെ വലിയ കാര്യമായി ചെയ്തത് ഈ സംഭവം നുബുവത്തിന്റെ മുമ്പാണെന്ന് പോലും മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നതായി കാണാം. അപ്പോൾ ഇസ്ലാമിക വിരുദ്ധമായ തത്വങ്ങളും രീതികളും നമ്മുടെ മുന്നിൽ നമുക്ക് പ്രതിബന്ധം തീർക്കുന്നോടത്ത് സരളമായി മതം സഞ്ചരിക്കുകയാണ്. അതിവിടെ എക്കാലത്തും നടക്കും. Will go on exercise through all ages a most potent influence എന്ന് ജർമ്മൻ ദാർശനികനായ ഗെയ്ഥെ ഈ മതത്തിന്റെ തത്വങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. എല്ലാ കാലഘട്ടങ്ങളിലും പരമപ്രധാനമായ സ്വാധീനം ചെലുത്തിക്കൊണ്ട് പ്രക്രിയാധിഷ്ഠിതമായിട്ട് തന്നെ ഇസ്ലാം മുന്നോട്ട് പോകും. അതിൽ തർക്കമില്ല. സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഈ സംഭവം ചെയ്തതിന്റെ തുടർച്ചയാണ്. ലോക ചരിത്രത്തിൽ അതുപോലത്തെ ഒരു തീനാളം മനുഷ്യനാൽ ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഇബ്നു കസീർ പോലും രേഖപ്പെടുത്തുന്ന വിധം വിറക് ശേഖരിച്ച വലിയ ഒരു തടാകത്തിന്റെ അകത്താണ് വിറക് കൊണ്ടുവന്നിട്ട് കത്തിച്ചത്. 40-50 ദിവസം ആ തീക്കുണ്ടാരത്തിലിട്ട് ചുട്ടുനോക്കി. അള്ളാഹു കൊടുത്ത ഒരു മുഅ്ജിസത്ത് എന്നോണം മഹാനവറുകൾ അവിടെ നിന്നും സുരക്ഷിതമാവുകയാണ്. ഖുൽനാ യാ നാറു കൂനി ബർദം വസ്സലാമൻ അലാ ഇബ്രാഹിം. ഇവിടെ ഒരു മുഅ്ജിസത്ത് ബോധ്യപ്പെടുന്നു. ഇതും പരിശുദ്ധ ദീനിന്റെ ദഅവത്തിന്റെ മാർഗത്തിലാണ്. മഹാനവറുകൾ ഈ സംഭവശേഷം ആ നാട് വിടുകയാണ്. വഖാല ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ. അവിടെ നാട് വിട്ടു. പിന്നെ പോകുന്നത് സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാം പിന്നെ ബാബിലോൺ വിട്ടുകൊണ്ട് പോകുന്നത് യൂഫ്രട്ടീസ് നദിയുടെ പശ്ചിമ ഭാഗത്തെ പട്ടണമായ ഊർ എന്ന് പറയുന്ന പട്ടണത്തിലേക്കാണ്. അവിടെയും ദീൻ പറഞ്ഞു. യുക്തിസഹജമായ സൈദ്ധാന്തിക മണ്ഡലങ്ങളിലൂടെ ആ മനുഷ്യരെ മുഴുവനും മഹാനവറുകൾ ചിന്തിപ്പിച്ചു. പിന്നെ അവിടെ നിന്ന് മഹാനവറുകൾ ബസ്രയിലേക്ക് പോയി, പിന്നീട് കർബലയിലേക്ക് പോയി. യാത്ര തന്നെ. പിന്നീട് മഹാൻ പോയത് ടൈഗ്രീസ് നദിയുടെ തീരത്തേക്ക്. അവിടെ നിന്ന് പിന്നെയും സഞ്ചരിച്ചു ഹറാൻ എന്ന് പറയുന്ന നാട്ടിലേക്ക്. അവിടെ ചെന്നപ്പോൾ ആ നാട്ടുകാർ ഗോളങ്ങളെയും നക്ഷത്രങ്ങളെയും ആരാധിക്കുന്നവരാണ്. അവർക്ക് മുന്നിൽ ഇതല്ല സത്യം എന്ന് പറയണം. وَكَذَلِكَ نُرِي إِبْرَاهِيمَ مَلَكُوتَ السَّمَاوَاتِ وَالْأَرْضِ وَلِيَكُونَ مِنَ الْمُوقِنِينَ. ഞാൻ നേരത്തെ പറഞ്ഞു, ലോകത്ത് വന്ന അമ്പിയാക്കൾ അത്ഭുതം കാണിച്ചിട്ടുണ്ട് മുഅ്ജിസത്ത് എന്ന നിലയിൽ. എന്തിനു വേണ്ടിയാണത്? ദീനിന്റെ അനിവാര്യമായ നിലനിൽപ്പിന് അത്ഭുതങ്ങൾ കാണിക്കുക. അത് ദീനിന്റെ ദഅവത്തിന് വേണ്ടിയാണ്. അബുൽ ഫിദാ ഇസ്മാഈൽ ഇബ്നു കസീറിന്റെ ഖസസിൽ കാണാം, 40-50 ദിവസം സയ്യിദുനാ ഇബ്രാഹിം. ഉറക്കെ പറയൂ, സയ്യിദുനാ ഇബ്രാഹിം. ഒന്നുകൂടി, സയ്യിദുനാ ഇബ്രാഹിം നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ കഴിഞ്ഞു. കൂട്ടുകാരനായി കൂട്ടിരുന്നു സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. അത്ഭുതങ്ങളുടെ യാത്ര പിന്നെയും അനിസ്യൂതം തുടർന്നു. ഈ ഇബ്രാഹിം നബിയെ കുറിച്ച് ഖുർആൻ പറയാ, ഗോളങ്ങൾ ആരാധിക്കുന്ന ജനതയുടെ ഇടയിലേക്ക് ഹറാൻ എന്ന പട്ടണത്തിലേക്ക് മഹാൻ ചെന്നപ്പോൾ ഗോളങ്ങളെ കുറിച്ച് പറയാൻ കഴിയണം. എങ്ങനെ പറയാൻ കഴിയും? ഇത് പൈതഗോറസിന്റെ സിദ്ധാന്തം പഠിപ്പിക്കപ്പെട്ട കാലമല്ല. BC 2000
നിങ്ങൾക്കറിയുമോ, ഈ ഭൂമിയുടെ ആസ്ട്രോണമിക്കലായും ജോഗ്രഫിക്കലായുമുള്ള മെത്തേഡുകളെ കുറിച്ച് ലോകത്ത് ആദ്യം പറഞ്ഞ ഒരു കാലം സയ്യിദുനാ ഇബ്രാഹിം. മഹാനവറുകളുടെ കാലഘട്ടത്തിൽ ഈ ഭൂമിയെക്കുറിച്ചും ഗോളങ്ങളെക്കുറിച്ചും ധാരാളം പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ആ കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. മഹാനവറുകളുടെ കാലഘട്ടത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു സംഭവം തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട രാജാവിന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ട്, ഇന്നാ മക്കന്നാഹു ഫിൽ അർദ്. ഇസ്കന്ദർ രാജാവിന് ഈ ലോകത്തെ മുഴുവനും സഞ്ചരിച്ച് കീഴ്പ്പെടുത്താനുള്ള ഒരു രീതി അള്ളാഹു അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയായി നൽകി എന്ന് മഹാനവർകൾ സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടക്കാരനായിരുന്നു എന്ന് ഇമാം റാസി രേഖപ്പെടുത്തുന്നത് കാണാം. ആ ലോകസഞ്ചാരിയായ ചക്രവർത്തി അദ്ദേഹം കാഫ് മല കാണാൻ പോകുന്ന ഒരു സംഭവം മഹാനായ ഇമാം അഹ്മദ് ബിൻ മുഹമ്മദ് സാവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ സൂറത്തുൽ ഖാഫിന്റെ വ്യാഖ്യാനത്തിൽ കൊടുക്കുന്നുണ്ട്. കാഫ് മല നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, കാഫ് മല കണ്ട പൂങ്കാറ്റ്, അങ്ങനെ ഒരു മലയുണ്ട് അത്രേ. ആ മലയുടെ പേരുകൊണ്ടാണ് സൂറത്ത് ഖാഫ് എന്ന് ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ പേര് ഖാഫ് ഈ മലയെ സൂചിപ്പിച്ചുകൊണ്ടാണെന്ന് മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ സഞ്ചാരങ്ങളൊക്കെ എമ്പാടും നടന്നിട്ടുള്ളത് സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലാണ്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ റഹ്ലാത്ത് ഇബ്രാഹിം എന്നൊരു അധ്യായം തന്നെയുണ്ട് ഇബ്രാഹിം നബിയുടെ സഞ്ചാരങ്ങൾ. ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഹെറാൻ എന്ന് പറയുന്ന നാട്ടിലാണ്. ഗോളങ്ങളെ ആരാധിക്കുന്ന വിഡ്ഢികളുടെ നാട്ടിലാണ്. അവിടെ വെച്ച് അത്ഭുതം കാണിക്കണമല്ലോ. വകദാലിക നുരീ ഇബ്രാഹിമ മലകൂതസ് സമാവാതി വൽ അർദ്. മഹാനവറുകൾക്ക് ഈ ഭൂമിയിൽ ഇരുന്നിട്ടൊന്ന് മുകളിലേക്ക് നോക്കിയാൽ ആകാശത്തിന്റെ ഗോളങ്ങളുടെ രഹസ്യങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയുമായിരുന്നു. ഒരു അത്ഭുതമാണിത്. അള്ളാഹുവിന്റെ ദീന് ദഅവത്ത് ചെയ്ത മഹത്തുക്കൾ ഈ അത്ഭുതങ്ങൾ കാണിച്ചത് ദഅവത്തിന് വേണ്ടിയായിരുന്നു. ഇരുപ്പീനേൽ ആകാശം കണ്ടോവർ ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ. അമ്പിയാക്കൾ മുഅ്ജിസത്തിലൂടെ യുക്തിക്ക് മറുപടി കൊടുത്തിരുന്നു. ഔലിയാക്കൾ അവരുടെ കറാമത്തിലൂടെ. ദീനിന്റെ ദഅവത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സയ്യിദന ഇബ്രാഹിം فلما جن عليه الليل رأى كوكبا قال هذا ربي فلما أفل قال لا أحب الآفلين. നക്ഷത്രങ്ങളുടെ തിളക്കം മങ്ങിയപ്പോൾ, നക്ഷത്രം തിളങ്ങി നിന്നപ്പോൾ ഇതെന്റെ റബ്ബായിരിക്കുമെന്നവരോട് സാങ്കല്പികമായി പറഞ്ഞു. അവരൊന്ന് ചിന്തിക്കാൻ. നക്ഷത്രത്തിന്റെ തിളക്കം അങ്ങ് ആകാശത്തിൽ മങ്ങിപ്പോയപ്പോൾ മങ്ങിപ്പോകുന്ന അസ്തമിച്ചു പോകുന്ന വസ്തുവിനെ ഞാൻ എങ്ങനെ ആരാധിക്കും? ഞാനിതിൽ നിന്നും ഒഴിവാണെന്ന് സയ്യിദുനാ ഇബ്രാഹിം. അപ്പോൾ കുറച്ച് ആളുകൾ കൂടി ശരിയാണല്ലോ. പിന്നീടാണ് ചന്ദ്രന്റെ ഉദയം കണ്ടത്. ആകാശത്തിന്റെ നീലിമയിലെ മനോഹാരിതയിൽ ചന്ദ്രൻ ഇങ്ങനെ കുളിച്ചു നിൽക്കുമ്പോൾ ചന്ദ്രോദയത്തിലും ഇതായിരിക്കും നമ്മുടെ റബ്ബെന്ന് മഹാനവറുകൾ സാങ്കല്പികമായി പറഞ്ഞു. അപ്പോൾ ചന്ദ്രനെ ആരാധിച്ചുകൊണ്ടിരുന്നവർ പറഞ്ഞു, ശരിയാണ്. ചന്ദ്രാസ്തമയത്തിന്റെ നേരത്തും മഹാനവറുകൾ പറഞ്ഞു, അസ്തമിക്കുന്നവൻ റബ്ബല്ല. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അസ്തമയമോ അവസാനമോ ഇല്ലാത്തവനാണ് അല്ലാഹ്. അസ്തമിക്കുന്ന ചന്ദ്രനെയും അള്ളയായി കാണാൻ എനിക്ക് പറ്റൂല, ഞാൻ ഒഴിവാണ്. അപ്പോൾ ചന്ദ്രനെ ആരാധിച്ച കുറെ ആളുകൾ അവിടെ നിന്നും ആ ചിന്തയിൽ നിന്നും മഹാനവറുകളുടെ കൂടെ കൂടി ഇലാഹി ചിന്തയിലേക്ക് വന്നു.
പിന്നീടാണ് വലിയ ദൈവത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യസങ്കല്പത്തിലേക്ക് ചിന്തിച്ചവരുടെ ഇടയിലേക്ക് ചെന്നു. ആ ഗോത്രക്കാരോടും പറഞ്ഞു, സൂര്യനായിരിക്കുമല്ലോ ദൈവം. ആണ്, എന്നാൽ ഞാനും കൂടാം. അസ്തമയാകില സൂര്യന്റെ അരുണകിരണങ്ങൾ ചക്രവാളത്തിൽ അങ്ങ് മറഞ്ഞു പോകുമ്പോൾ അസ്തമയമുള്ള സൂര്യനോട് ഞാൻ യാത്ര പറയുന്നു. ഇത് ഇലാഹാവാൻ യോഗ്യതയല്ല. ഫലം قال يا قوم إني بريء مما تشركون. ഇത് ശിർക്കാണ്, ഇതിനോട് ഞാൻ രാജിയാകുന്നു. ഞാനൊന്ന് പറയട്ടെ, നിങ്ങളുടെ അബദ്ധ ചിന്തകളെ പൊളിച്ചടക്കിയ ഈ വാഗ്വാദത്തിൽ, ഈ ചിന്താ വിപ്ലവത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് യുക്തിഭദ്രമായ ഒരു സിദ്ധാന്തത്തെ കുറിച്ചാണ്. അതേതെന്നറിയുമോ? ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർദ ഹനീഫാ വമാ അന മിനൽ മുശ്രികീൻ. ആകാശങ്ങളെയും ഭൂമിയെയും പടച്ച ഏകനായ അല്ലാഹുവിലേക്കാ ഞാൻ ഇനി നിങ്ങളെ ക്ഷണിക്കുന്നത്. സയ്യിദുനാ ഇബ്രാഹിം, ഉറക്കെ പറയൂ, സയ്യിദുനാ ഇബ്രാഹിം. ആ സഞ്ചാരം തൗഹീദിന് വേണ്ടിയുള്ള യാത്രയായിരുന്നു. ആ കാൽപാദത്തെ അല്ലാഹ് ആദരിച്ചു. ചവിട്ടി നിന്ന പാറ പോലും മലിഞ്ഞു പോയി. ആ സഞ്ചാരം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സംസ്ഥാപനത്തിന് വേണ്ടിയായിരുന്നു. ആ പാറ പോലും സ്വർഗത്തിൽ നിന്നും സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്ന പാറ. പരിശുദ്ധ കഅബയുടെ മുന്നിൽ ഇപ്പോഴും കാണാം ആ പാറ. മഹാനവറുകളുടെ കാല് പതിഞ്ഞ പാറ. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. മഖാമ ഇബ്രാഹിം എന്നറിയപ്പെടുന്ന ആ പാറ ഒന്ന് കാണല് സുന്നത്ത, തൊട്ടുമുത്തലല്ല. കണ്ടാൽ മതി, കണ്ടാൽ മതി. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൗഹീദിന് വേണ്ടിയുള്ള വിപ്ലവാത്മകമായ സഞ്ചാരങ്ങൾ നോക്കുക. പരിശുദ്ധ മതത്തിന്റെ പ്രചരണം ഹിക്മത്താണ്, അത് മനസ്സിലാക്കാം. അല്ലാഹുവിന്റെ ദീനിന്റെ പ്രബോധനം ഹിക്മത്താണ്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇളത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ളല്ല അൻ സബീലിഹി വഹുവ അഅലമു ബിൽ മുഖ്തദീൻ. നല്ല ഉപദേശം, അതുപോലെ തന്നെ ഹിക്മത്ത്. ഇതാണ് ദീനിന്റെ ദഅവത്തിന്റെ അതിപ്രധാനപ്പെട്ട രണ്ട് ഘടകം. നല്ല ഉപദേശം. ഉപദേശം നന്നാവണമെങ്കിൽ വഹൈസു കാന ദാഇയൻ ഇലല്ലാഹി മഅത്തിസ്വാഫിഹി ബിൽ ആമിലി സ്വാലിഹി കാന ഖൗലുഹു മഖ്ബൂലൻ വയുഅസ്സിറു ഫിൽ ഖുലൂബ് എന്ന് മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തുന്നു. നല്ല ഉപദേശം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഉള്ളത് ഉപദേശിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് ആരോടും ആവാം, അത് സാധാരണക്കാരന് കഴിയും. എല്ലാ വഖത്തും നിസ്കരിക്കുന്ന നമുക്ക് പറയാം നിസ്കരിക്കാൻ മറ്റുള്ളവരോട്, അപ്പോൾ അത് ഫലിക്കും. പിന്നെ കാണാം രണ്ടാമത്തെ മാർഗം. ഈ മൗഇദത്തുൻ ഹസന എന്ന് പറഞ്ഞ ഉപദേശം എന്ന് പറഞ്ഞാൽ തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു ചിത്രം നല്ലത് എന്നാണ്, ഒരു പോസിറ്റീവാണ്. പിന്നെ ഹസന, പിന്നെ ഖുർആൻ പിന്നെയും പറഞ്ഞു നല്ലതെന്ന്. അപ്പൊ എത്രമാത്രം നന്നാവാൻ കഴിയുന്നുവോ അത്രയും നന്നായിട്ട് ഉപദേശിക്കാം. അതായത് 2 ദിവസം പള്ളി പോയിട്ട് പള്ളി പോവാത്തവനെ ഉപദേശിച്ച് നന്നാക്കി 3ന്റെ അന്ന് ഉപദേശിക്കപ്പെട്ടവൻ പള്ളിയിലുണ്ടാവും, ഉപദേശം പുറത്തുണ്ടാവും. അതല്ല പറഞ്ഞത്. എത്രമാത്രം നന്നാവാൻ കഴിയുന്നു അത്രയും ജീവിതത്തിൽ നന്നായിട്ട് മറ്റുള്ളവർ ഉപദേശിക്കുന്നോടത്തെ ഉപദേശമാണ് ഈ പറഞ്ഞ മൗഇള. ഈ ഹിക്മത്തോ അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കാവാം, അത് ഇല്ലെങ്കിൽ അത് ഉള്ള ഒരു വിഭാഗം ഇവിടെ ഉണ്ട്. അവരാണ് ഈ ദീൻ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. പെരുത്തു നൂറ്റാണ്ടുകൾക്കിടയ്ക്കലൊരിക്കലീ മരുപ്പറമ്പാമുലകത്തിലീശ്വരൻ നടുന്നു വൃക്ഷത്തെ തണിക്കുപാന്തരായി വരുന്നവർക്കുത്തമ വിശ്രമത്തിനായി. വെള്ളത്തോളിന്റെ വാക്കുകളാണ്.
ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം മുതൽക്ക് ഇന്ന് ഈ നിമിഷം വരെയുള്ള ഈ പെരുത്തു നൂറ്റാണ്ടുകൾക്കിടയ്ക്കൽ ഒരിക്കലി മരുപ്പറമ്പാം ഉലകത്തിൽ ഈശ്വരനായ അള്ളാഹു നടുന്നു വൃക്ഷത്തെ തണിക്ക് പാന്തനായി ഒരു വലിയ വൃക്ഷത്തെ നട്ടിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ, ഉറക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വൃക്ഷം തണലേകി, ലോകാവസാനം വരെ തണലേകി. ഇവിടെ ഒരു മരുപ്പറമ്പെന്ന് പറഞ്ഞത് സത്യവും മിഥ്യയും വേർതിരിച്ചറിയാതെ കാനന സമാന ജീവികളായി ജീവിച്ചിരുന്ന 6-ാം നൂറ്റാണ്ടിന്റെ ഇരുളടന ജനതയെ കുറിച്ചാണ്. ഒരു പ്രവാചക സാന്നിധ്യമില്ലാത്ത 600 കൊല്ലം സയ്യിദുനാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആകാശ ആരോഹണം മുതൽക്ക് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ആ കാലം, 600 കൊല്ലത്തിൽ ഒരു പ്രവാചക സാന്നിധ്യമില്ലാത്തോടത്തെ ഇങ്ങേ തലയിൽ 600-ാമത്തെ കൊല്ലം എത്തിയപ്പോൾ ഡാർക്ക് ഏജ് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി. ഇരുണ്ട യുഗം, മനുഷ്യ സംസ്കാരമില്ലാത്ത യുഗം, ഒരു പ്രവാചക സാന്നിധ്യമില്ലാഞ്ഞിട്ട്. എന്നാൽ അവിടെ നിന്ന് ഇപ്പോൾ ഒരു 600 കഴിഞ്ഞു, പിന്നെ ഒരു 600 കഴിഞ്ഞു, പിന്നെ ഒരു 200 കഴിഞ്ഞു. 1400 കൊല്ലം ഒരു പ്രവാചകൻ ഇല്ല. പക്ഷേ ഇത് ഡാർക്ക് ഏജ് അല്ല. എന്താ കാരണം? അവിടെയാണ് ഹിക്മത്ത് നൽകിയവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ ഒരു പ്രവാചകന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഖുർആൻ ഇങ്ങനെ ദഅവത്ത് നടത്തുന്നു. ഹിക്മത്ത് കിട്ടിയവരാണ് ഈ ദഅവത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അതാരാ ഹിക്മത്ത് കിട്ടിയവര്? ഹിക്മത്ത് കിട്ടിയ ആളുടെ നേരെ, ഹിക്മത്ത് കിട്ടിയ ആളുടെ നേരെ ഒരു അവിശ്വാസി ചെന്നാൽ ആ ഹിക്മത്ത് കിട്ടിയവന്റെ ഒരു നോട്ടം മതിയാവും അവൻ നന്നാവാൻ. മക്കം ഫതഹായി ആജന്മവൈരിയായ ഒരു മനുഷ്യൻ കഅബയുടെ കില്ലയുടെ അകത്താണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ മനുഷ്യൻ കൊല്ലാൻ വേണ്ടി 7 ചുറ്റിലെ 6 ചുറ്റിലും അവസരം നോക്കി. പക്ഷേ പാളി, ഉന്നം പിഴച്ചു. 7-ാമത്തതിൽ പിഴച്ചാൽ പറ്റൂല. 7-ാമത്തതിൽ നടത്തിയേ പറ്റൂ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ ഊരിപ്പിടിച്ച കടാര കൊണ്ട് ചാടി വീണവൻ 7-ാമത്തെ ഊഴത്തിലും പിഴച്ചു, വീണുപോയി. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫ് പൂർത്തിയാക്കി അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു. നെഞ്ചിലൊന്ന് തടവി, ആരും കാണണ്ട, പൊയ്ക്കോ, കണ്ടാൽ സ്വഹാബികൾ വെട്ടിനുറുക്കും. മുസ്ലിമാവാൻ പറഞ്ഞില്ല. ആ നോട്ടം ഹിക്മത്തിന്റെ നോട്ടമാ. ആ സ്വഹാബി അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് വിളിച്ചു പറഞ്ഞത്, നിർബന്ധിച്ച് പറഞ്ഞതല്ല. സ്വഹാബി വിളിച്ചു പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓടുകയാണ്. ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു ആനന്ദം കിട്ടിയിട്ടില്ല. ഹൃദയത്തിന്റെ പാളികളെ തച്ചു തകർത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് സ്വഹാബി ഓടുമ്പോൾ എല്ലാ ദിവസവും മുടങ്ങാതെ രാവിന്റെ ഇരുട്ടിൽ കൂട്ടുകാരിയായി തന്നോടൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന വ്യഭിചാരിണിയായ സത്യനിഷേധിയായ ഒരു പെണ്ണ് വഴിയിൽ വെച്ച് കാണുന്നു. സ്വഹാബിയെ പേര് ചൊല്ലി വിളിക്കുന്നു. നീ എന്തിനാണടാ ഓടുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ സ്വഹാബി ആ വ്യഭിചാരിണിയായ മതനിഷേധിയായ പെണ്ണിന്റെ നേരെ നോക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വത്തെ വിളിച്ചു പറഞ്ഞോടുന്നു. ആ പെണ്ണത് ഓട്ടത്തിന്റെ ഇടയിലൂടെ പതുക്കെ കേൾക്കുന്നു. അവളും വിളിച്ചു പറയേണ്ടി വന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ഹിക്മത്ത്. ആ ഹിക്മത്ത് കിട്ടിയവരൊന്ന് നോക്കിയാൽ മതി. അവരാണ് ലോകത്ത് എക്കാലത്തും യുക്തിക്ക് മറുപടി കൊടുത്തത്. അത് വേദി കെട്ടിയിട്ടുണ്ടായിട്ടുണ്ട്, അല്ലാതെയും ഉണ്ടായിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനിയായ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു മഹാൻ ബ്രിട്ടീഷുകാരന്റെ ജയിലിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ പറാവുകാരൻ കലിമ ചൊല്ലി. എല്ലാവർക്കും ഹിക്മത്ത് ഇല്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. എല്ലാവർക്കും ഹിക്മത്തില്ല. ഇന്ത്യ മഹാരാജ്യത്ത് പരിശുദ്ധമായ ദീൻ ദഅവത്ത് ചെയ്തതിൽ ചരിത്രം പറയുന്നു ഏറ്റവും വലിയ ഒരു ദാഇ മഹാനായ ഖാജ മുഈനുദ്ദീൻ അൽ-ചിശ്തി അൽ-അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളാണ്. 90 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് പരിശുദ്ധ ദീൻ എത്തിച്ചു കൊടുത്ത ഒരു മഹാൻ.
ഇത് ചരിത്രമാണ്. ധാരാളം സഹാബികൾ ദീൻ പ്രബോധനം ചെയ്ത മണ്ണാണിത്. മഹാനായ മുഗീറ റളിയല്ലാഹു അൻഹുവിനെ പോലെ, മഹാനായ തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ പോലെ ധാരാളം സഹാബികൾ ദഅവത്ത് ചെയ്ത് ഇപ്പോഴും അവരുടെ ഖബറിടങ്ങൾ ഈ മണ്ണിലുണ്ട്, മലയാള നാട്ടിലുണ്ട്. കോഴിക്കോട് മുഗ്ദാർ എന്ന് പറയുന്ന സ്ഥലം പോലും മുഗീറയുടെ ദാറുണ്ടായിരുന്ന സ്ഥലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചരിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അത്രത്തോളം ഹിക്മത്ത് നൽകപ്പെട്ട മഹത്വക്കൾ ദഅവത്ത് ചെയ്ത പാരമ്പര്യമാണ് നമ്മുടെ മണ്ണിലുള്ളത്. എല്ലാവർക്കും ഹിക്മത്തുണ്ടോ? ഹിക്മത്തിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എത്രയാ പറയുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുത്തിൽ ഹിക്മത മൻ യശാ വമൻ യുത്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഹിക്മത്ത് റബ്ബ് നൽകും. അല്ലാഹു ഹിക്മത്ത് നൽകിയവരുണ്ടല്ലോ വലിയ ഖൈർ ലഭിച്ചവരാണെന്ന് ഖുർആൻ. റബ്ബനാ വബഅഥ ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഹബീബിന്റെ നിയോഗത്തിന് മുന്നേ 2600 കൊല്ലം മുന്നേ ദുആ ചെയ്ത വരികളാണ് ഖുർആൻ ഉദ്ധരിക്കുന്നത്. ഇസ്ലാമികമായ ദഅവത്തിന്റെ വഴിത്താരയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്ത്യപ്രവാചകന് വേണ്ടി ദുആ ചെയ്തിരുന്നു. അവിടെ ആ നബിയെ വിശേഷിപ്പിക്കപ്പെട്ടത് ഹിക്മത്തുള്ള നബി എന്നാണ്. അല്ലാഹു ഉദ്ദേശിച്ചവർക്കാണ് അവൻ ഹിക്മത്ത് നൽകുക. നുബുവത്താണ് ഹിക്മത്ത് എന്ന് പറയുന്ന മഹാന്മാരുണ്ട്. അതല്ല നുബുവത്തിന്റെ തുടർച്ച. അല്ലാഹുവിനെ ഭയമുള്ള ഇൽമ് എന്നതാണ് ഹിക്മത്തിന്റെ വിവക്ഷ എന്ന് പറയുന്നവരുമുണ്ട്. അപ്പൊ അല്ലാഹുവിന്റെ അമ്പിയാക്കളിലൂടെയും ഔലിയാക്കളിലൂടെയും ഹിക്മത്ത് അല്ലാഹു ഈ ലോകത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുക. ഹിക്മത്ത് മുഖേന ധാരാളം ആളുകൾ ഇസ്ലാമിൽ വരുന്നു. ഹിക്മത്തിന് തന്ത്രം എന്ന് മാത്രം അർത്ഥം പരിമിതമല്ല. തന്ത്രവും ഒരു നിലക്ക് ദഅവത്താണ്. ഉദാഹരണം പറഞ്ഞാൽ മക്കം ഫതഹിന്റെ മുന്നയായി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധിയിൽ ഒപ്പുവെക്കുകയാണ്. ആ സന്ധിയുടെ ധാരാളം കാര്യങ്ങളുടെ കൂട്ടത്തിൽ അതിപ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒരിക്കലും കൂടെ നിന്ന സ്വഹാബികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത 2 കാര്യങ്ങൾ. ഒന്നാമത്തേത്, ആ 2 കാര്യങ്ങളിൽ ഒന്നാമത്തേത്, നിലവിൽ മക്കയിൽ നിന്നും ഖുറൈശികളുടെ പക്ഷത്തു നിന്നും ആരെങ്കിലും മദീനയിലേക്ക് താല്പര്യപൂർവ്വം എത്തിക്കഴിഞ്ഞാൽ അയാളെ സ്വീകരിക്കാൻ പാടില്ല, തിരിച്ചയക്കണം. അവിടെ എത്തിയാൽ തിരിച്ചയക്കണം. അതാണ് ഒന്നാമത്തേത്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചു, അയച്ചേക്കാം. രണ്ടാമത് പറഞ്ഞത്, അവിടെ നിന്ന് ആരെങ്കിലും ഇവിടെ എത്തി അവനെ തിരിച്ചു വിടൂല, അവനെ വിടൂല എന്നതാണ് രണ്ടാമത് പറഞ്ഞത്. ഇത് രണ്ടും അംഗീകരിച്ചു. സഹാബികൾ അത് അംഗീകരിക്കാൻ പ്രയാസപ്പെട്ടു. മുഖത്തോട് മുഖം നോക്കി. ഇതിന്റെ ഇടയിലും അല്ലാഹു കൊടുത്ത പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു അറിവ് കൊണ്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടെത്തിയ തന്ത്രം എന്തായിരുന്നു? അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടുവരുന്ന, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കണ്ടുവരുന്ന, മദീന കണ്ടുവരുന്ന ആ സ്വഹാബി തിരിച്ച് മക്കയിലേക്ക് അവിടെ നിന്ന് പറഞ്ഞയച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്വീകരിക്കുന്ന ഹിദായത്തിന്റെ വെളിച്ചം കൊണ്ട് 10,000 ഇവിടെ കൊടുക്കാൻ കഴിയും. അവിടെ പോയി വന്നവൻ ഇവിടുന്ന് പോകുന്ന അവസ്ഥയില തിരിച്ചു വരുമ്പോ അവനിൽ എന്തൊക്കെയോ ഹിദായത്തുണ്ട്. ആ ഒരാൾ മതി ഇവിടെ 10,000 അതെത്താൻ. അങ്ങനെയെങ്കിൽ അവിടെ നബിയോട് കൂടെ താമസിച്ച ആൾ ഇവിടെ വന്നാൽ തിരിച്ചയക്കൂല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവിടെ കൂടെ കുറെ കാലം താമസിച്ചവൻ, ഒരു വട്ടം കണ്ടുവന്നവൻ അത്ഭുതം കാണിക്കുമെങ്കിൽ കുറെ കാലം താമസിച്ച സ്വഹാബി ഇവിടെ വന്നു കഴിഞ്ഞാൽ വരും വർഷം മക്കം ഫതഹാണ്. 1000 10,000 പരിശുദ്ധമായ ദീനിന്റെ വെളിച്ചത്തിലേക്ക് ചേക്കേറുമെന്നാണ്. ഇതും ഒരു ഹിക്മത്താണ്. ലോകത്തെ ഇസ്ലാമിന്റെ സഞ്ചാരം ഈ അർത്ഥത്തിൽ അനിസ്യൂതം മുന്നോട്ട് സുഗമമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ യുക്തിവാദികളുടെ യുക്തിഭദ്രമല്ലാത്ത സൈദ്ധാന്തിക ലോകം വെറും ചിലന്തി വലകളെപ്പോലെ നശ്വരം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ ദീന് റബ്ബ് നമ്മുടെ ഹൃദയത്തിൽ ഒരു ആവേശമായി, ഒരു പ്രേരണയായി, പ്രചോദനമായി
എത്തിച്ചു തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഹ്രസ്വമായ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.